ഖുർആന് പരിചയപ്പെടുത്തിയ ഒരു വലിയ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരുണ്ടെങ്കിൽ, തൊഴിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ടെങ്കിൽ, ഒന്നുമല്ലാത്ത കൂലിപ്പണിക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മായുടെ ഗുരുത്വ പൊരുത്തങ്ങൾ നേടിയിട്ട് വേണം നിങ്ങൾ കച്ചവടത്തിന് ഇറങ്ങാൻ. ഈ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മളൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താണ്? എവിടെയൊക്കെ പിടി വീണിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് വെള്ളമില്ല, രണ്ട്, ആ വെള്ളമില്ലാത്തതോടൊപ്പം തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്, അല്ലേ? സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രതിസന്ധിയല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി. എല്ലാത്തിനും വില കൂടുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വില കൂടുന്ന ഒരു കാലം വന്നാൽ അത് അലാമത്തു സഅ, ലോകാവസാനത്തിന്റെ അടയാളമാണ്. എല്ലാത്തിനും വില കൂടുകയാണ്, അല്ലേ? ഏതിനാ വില കൂടാത്തത്? വില കൂടാത്ത ഒന്നേ ഉള്ളൂ, അത് മുസ്ലിയാരുടെ ശമ്പളം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും കൂടിയല്ലോ, എല്ലാം കൂടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വില കൂടുന്നു. രാത്രി 12 മണിക്ക് ഡീസലിന് ഒരു വില. നേരം വെളുത്തതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന എല്ലാം 12 മണിക്കാണല്ലോ ഇപ്പൊ രാത്രി നടക്കുന്നത് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പി കയറുമ്പോഴാണ് അറിഞ്ഞില്ലേ രാത്രി 1 മണിക്ക് വില കൂടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും വില കൂടുന്നു, സാമ്പത്തികമായി തകരുന്നു, കച്ചവടം നടക്കുന്നില്ല, പ്രതിസന്ധിയാണ്. എല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ സ്ഥലത്ത് പോയി, അവിടെ പോയി നൂലോതി കെട്ടി, ഇവിടെ പോയി നമ്മൾ കൂടോതി കെട്ടി, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നല്ലോ. ഞാൻ അതിനെപ്പറ്റി എൻ്റെ നല്ല വശവും അതിൻ്റെ മോശവശവും ഒന്നും പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല, അതിനുള്ള സമയമല്ല, എനിക്ക് അക്കാര്യം പറയേണ്ട കാര്യവുമില്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ഇന്ന് വരെയെങ്കിലും ഒന്ന് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഉമ്മാന്റെ തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ പറയും, പെണ്ടാട്ടി വന്നിട്ട് പറയും, ഉമ്മ അറിയണ്ട, വല്ല പ്രശ്നമാണ്, അല്ലേ? ഉമ്മ അറിയണ്ട, ഇതൊന്നും ഉമ്മാട്ട പറയണ്ട. ഭാര്യ പെണ്ണുങ്ങളല്ലേ, അവര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് പ്രിയപ്പെട്ട മാതാവിനെ മറച്ചു വെച്ചിട്ട് നീ തുടങ്ങിയാൽ ഒരിക്കലും നിനക്കതിൽ ഗുണമുണ്ടാകൂല. ഒരിക്കലും നിന്റെ ഉമ്മയോളം ഒരു പെണ്ടാട്ടിയും, ഒരു മക്കളും, ഒരു കുടുംബവും, ഒരാളും, ഒരു കാമുകിയും നിന്റെ ഉമ്മയോളം സ്നേഹം ഉണ്ടായതായൂല. നമ്മുടെ ഉമ്മയോളം നമ്മളെ സ്നേഹിക്കുന്ന ലോകത്തൊരാളും ഉണ്ടാവൂല, കെട്ടിയോളും ഉണ്ടാവൂല, കെട്ടിയോനും ഉണ്ടാവൂല. അത് നിങ്ങൾ പഠിക്കണം, ആ ഒരു തത്വം നമ്മൾ പഠിച്ചിരിക്കണം. ഉമ്മയോളം ലോകത്തിന് ആര് വന്നാലും ആകില്ല. അതുകൊണ്ട് ആ ഉമ്മയോട് പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയോ, ബനൂ ഇസ്രായേലികളിൽ ഒരാൾ ഉണ്ടായിരുന്നു, സ്വാലിഹായ മനുഷ്യനാണ്. ബനൂ ഇസ്രായേലുകളിൽ എല്ലാവരും പുകഴ്ത്തുന്ന, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാ, ആ മനുഷ്യന് രോഗം പിടിപെടുകയാണ്, ആ മനുഷ്യന് സക്കറാത്തിന്റെ ഹാലിലാ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മരണാസന്നനാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ദീനീ ബോധമുള്ള ഒരു കുഞ്ഞു മകനുണ്ട്. ആ മകന്റെ വാത്സല്യമാണ്, ആ പൊന്നുമോനെ വാത്സല്യത്തോടെ ഒന്ന് തലോടാൻ ആ പ്രിയപ്പെട്ട പിതാവിന് ദീർഘനാള് കഴിഞ്ഞിട്ടില്ല. ആ പിതാവ് രോഗത്തിലേക്ക് നടക്കുകയാ, ആ പിതാവ് രോഗത്തിലേക്ക് നടക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് പ്രിയപ്പെട്ട പിതാവിന് ആകെയുള്ള സ്വത്തം എന്ന് പറഞ്ഞാൽ, ആകെയുള്ള പൈതൃക സ്വത്തായി തന്റെ പൊന്നുമോനെ സമ്മാനിക്കാൻ ഒരു പശുക്കുട്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടിയുമായി അദ്ദേഹം അവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. താനങ്ങ് മരിച്ചുപോയാൽ, താന് മരണപ്പെട്ടു പോയാൽ വിധവയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അനാഥനായ തന്റെ പൊന്നുമോനും മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പൊന്നുമോൻ, എന്റെ ഭാര്യ, അവന്റെ ഉമ്മയെ നല്ലതുപോലെ നോക്കുമെന്ന് ഉറപ്പുണ്ട്. അവൻ നല്ല മോനാ, അവൻ നല്ല സ്നേഹമുള്ള മോനാ, അവന് വാത്സല്യമുള്ള മോനാ. അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ സംഭാവനയായി, സമ്പത്തായി ആകെയുള്ള പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? അവിടെയുള്ള ഒരാളെയും വിശ്വാസമില്ല. ആ പശുക്കുട്ടി എന്ത് ചെയ്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു കാടിന്റെ നടുക്കേക്ക് കൊണ്ടുപോവുകയാ, ഒരു കാടിന്റെ ചാരത്ത് കൊണ്ടുപോയി, അല്ലാഹുവേ, ആ കാടിന്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവേ, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാ. എന്റെ പൊന്നുമോനെ വളർന്ന് വലുതാകുമ്പോ, അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ നീ ഈ പശുക്കുട്ടിയെ സമ്മാനിക്കണേ അല്ലാ. എന്റെ പശുക്കുട്ടിയെ നീ എന്റെ പൊന്നുമോൻ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാടിന്റെ നടുവിൽ ചെന്നുകൊണ്ട് ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, പത്രേ, നിങ്ങൾക്കറിയുമോ സഹോദരൻ,
സഹോദരങ്ങള് ശ്രദ്ധയോടെ ഈ ചരിത്രം ഒന്ന് കേൾക്കണേ. മഹാനായ ആ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന സാത്വികനായ വിശുദ്ധനായ മനുഷ്യനാ. തന്റെ പൊന്നുമോന് പൈതൃക സ്വത്തായി കൊടുക്കാനുള്ള പശുക്കുട്ടിയെ കാടിന്റെ നടുവിൽ കൊണ്ടുവിടുകയാ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ മരണപ്പെടുകയാ. വാപ്പയില്ലാത്ത പൊന്നുമോനെ വളർന്നു വരികയാ. ഭർത്താവില്ലാത്ത വിധവയായ വൈദവ്യം പേരിയിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പൊന്നുപോലെ മോനെ വളർത്തുകയാ. ആ മകന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ പൊന്നുമോനെ വളർത്തി വലുതാക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നെ സംഭവിച്ചതെന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട പൊന്നുമോനങ്ങ് വലുതായി. ആ പൊന്നുമോന് പാതിരാത്രി മുഴുവനും കിടന്ന് ഉറങ്ങൂല. രാത്രി 3 ആ മകനങ്ങ് ഭാഗിക്കാൻ തുടങ്ങി. അതിൽ ഒരു സമയം കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്ന സ്വഭാവമാ. രണ്ടാമത്തെ സമയം എന്തു ചെയ്യുമെന്നറിയോ? തന്റെ പൊന്നുമ്മാന്റെ ചാരത്ത് വന്ന് ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുകയാ, ഉമ്മാക്ക് സേവനമനുഷ്ഠിക്കുകയാ. അതിൽ ഒരു ഭാഗം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. രാത്രി 3 ഭാഗിച്ചിട്ട്, ഇന്ന് സഹോദരിമാരെ നിങ്ങളും അങ്ങനെയല്ലേ? ഒന്ന് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കും, മറ്റൊന്ന് നിങ്ങളുടെ കാമുകന് വേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ ഒരു ഭാഗം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ചാറ്റിങ്ങിലാണ്, മറ്റുള്ള സംവിധാനങ്ങളിലാ. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? സ്വാലിഹായ മനുഷ്യരങ്ങ് മരണപ്പെട്ടു പോയതിനു ശേഷം ഈ പൊന്നുമോനെ വളർന്നു വലുതായി. ആ പൊന്നുമോൻ പാതിരാത്രി 3 ഭാഗിക്കുകയാ. അതിൽ ഒരു ഭാഗം ഇബാദത്തെടുത്ത്, ഒരു ഭാഗം ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു, ഒരു ഭാഗം ആ പൊന്നുമോന് ഉറങ്ങുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ കോടാലിയും എടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടുകയാ. ആ വിറക് വെട്ടിയിട്ട് കിട്ടുന്ന സമ്പാദ്യം മാർക്കറ്റിൽ കൊണ്ടുവന്ന് കിട്ടുന്ന സമ്പാദ്യമുണ്ടല്ലോ, അതിനെ 3 പകുക്കുകയാണ്. 3 ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം സ്വതക്ക കൊടുക്കും, ഒരു ഭാഗം ഉമ്മാന് കൊടുക്കും, ഒരു ഭാഗം തനിക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല യുവാവായി മാറുന്ന സമയത്ത് ഉമ്മ വിളിക്കുകയാണ്, പൊന്നുമോനെ, നിന്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയിട്ടൊരു പശുക്കുട്ടിയെ പൈതൃക സ്വത്താക്കി മാറ്റി വെച്ചിരിക്കുകയാ. ആ പശുക്കുട്ടി ഇന്ന കാട്ടിലുണ്ട്, ഇന്ന കാട്ടിലാണ് ആ പശുക്കുട്ടി ഉള്ളത്. അതുകൊണ്ട് പൊന്നുമോനെ, നീ ആ കാട്ടിൽ ചെല്ലുക, എന്നിട്ട് ആ പശുക്കുട്ടിയെ വിളിക്കുക. ഇബ്രാഹിം നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, യാക്കൂബ് നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കി, അതുപോലെ ഇസ്മായിൽ നബിയുടെ റബ്ബിനെ സാക്ഷിയാക്കിയിട്ട് നീ വിളിക്കണേ. നിന്റെ അടുക്കലേക്ക് ആ പശുക്കുട്ടി ഓടി വരും, ഒരു സംശയവും വേണ്ട. നിനക്ക് തിരിച്ചറിയാനുള്ള ഒരു അടയാളം കൂടി ഞാൻ പറഞ്ഞു തരാ. ആ തിരിച്ചറിയാനുള്ള അടയാളം പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോനെ, നീ ആ പശുക്കുട്ടിയിലേക്കൊന്ന് നോക്കുമ്പോ നിന്റെ കണ്ണ് വല്ലാതെ മനോഹരമായി മാറുന്നതാ. ആ പശുക്കുട്ടിയുടെ തോലിൽ, ആ പശുക്കുട്ടിയുടെ മാംസത്തിൽ നിന്ന് നിനക്ക് പ്രതിബിംബം കാണാ. സൂര്യന്റെ രശ്മികള് ആ പശുക്കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജ്വലിക്കുന്നതായി നിനക്ക് കാണാ. അങ്ങനെയുള്ള അടയാളമുള്ള പശുക്കുട്ടിയാ. അതുകൊണ്ട് നീ ചെന്ന് വിളിക്കണേ, തിരികെ കൊണ്ടുവരണേ. അത് നിന്റെ ഉപ്പ നിനക്ക് സമ്മാനിച്ചതാണ്, സംഭാവന നൽകിയതാണ്. പക്ഷേ ഒരിക്കൽ പോലും പൊന്നുമോനെ ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറിയിട്ട് നീ യാത്ര ചെയ്യാൻ പാടില്ല. ഒരു ഉമ്മ മകന് കൊടുക്കുന്ന ഉപദേശമാ. സഹോദരങ്ങളെ, ആ പൊന്നുമോന് കാട്ടിലെത്തുകയാ. എന്നിട്ട് ആ കാടിന്റെ ചാരപ്പ് നിന്നുകൊണ്ട് ആ പൊന്നുമോന് വിളിച്ചു, അല്ലാഹുവേ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, യാക്കൂബ് നബിയുടെ സംരക്ഷകനായ പടച്ച റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് വേണ്ടി മാറ്റിവെച്ച പൈതൃക സ്വത്തായ ഈ പശുക്കുട്ടി എനിക്ക് നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പശുക്കുട്ടിയെ വിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ആ പശുക്കുട്ടി ആ മനുഷ്യന്റെ നേരെ ഓടിയെടുക്കുകയാ. എന്നിട്ട് ആ പശുക്കുട്ടി വന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുന്നിൽ മുട്ടുകുത്തുകയാ. സഹോദരങ്ങളെ, എന്നിട്ട് പറഞ്ഞുവത്രേ, ആ പശുക്കുട്ടി പറഞ്ഞുവത്രേ, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ, എത്രയോ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇതിന്റെ ചരിത്രങ്ങൾ കാണാ. ആ പശുക്കുട്ടി പറഞ്ഞുവത്രേ, എന്റെ മുതുകത്തൊന്ന് കയറുമോ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാ. ആ സമയത്ത് ആ പൊന്നുമോന് പറഞ്ഞതെന്നറിയോ? ഇല്ല, എന്റെ ഉമ്മ അതിന് അനുവാദം തന്നിട്ടില്ല. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ആ പശുക്കുട്ടിയുടെ പുറത്ത് കയറല്ലേ എന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അതിന്റെ പുറത്ത്, നിന്റെ പുറത്ത് കയറൂല എന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ പ്രിയപ്പെട്ട തൃപ്തി കരസ്ഥമാക്കിയ പൊന്നുമോനോട് ആ പശുക്കുട്ടി പറഞ്ഞതെന്നറിയോ? നീ അഥവാ എന്റെ പുറത്ത് കയറിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിന്നെ ഞാൻ പരിശോധിച്ചതാണ്, നിന്നെ പരീക്ഷിച്ചതാ എന്ന് പറഞ്ഞ് പശുക്കുട്ടി മറുപടി കൊടുത്തപ്പോ ആ പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ട് നേരെ മകനെ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ഉമ്മ കണ്ടത്. ആ സമയത്ത് മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ,
പൊന്നുമോനെ, പാതിരാത്രി മുഴുവനും ഇബാദത്തെടുത്ത് ഉറക്കമുളച്ചിട്ട് നേരം വെളുത്ത് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി, അങ്ങാടിയിൽ കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നീ ക്ഷീണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പശുവിനെ നീ മാർക്കറ്റിൽ കൊണ്ടുപോയി 3 ദീനാറിന് വിൽക്കണം. എന്നിട്ട് നീ നല്ലതുപോലെ ജീവിക്കാൻ തയ്യാറാകു. സഹോദരങ്ങളെ, 3 ദീനാറിന് വിൽക്കാൻ ഉമ്മാന്റെ അനുവാദം കിട്ടിയപ്പോ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് പൊന്നുമോന് പശുക്കുട്ടിയുടെ കയറ് പിടിച്ചിട്ട് പശുക്കുട്ടിയുടെ പെടലി പിടിച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, 3 ദീനാറിന് വിൽക്കുമ്പോൾ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാകണേ വിൽക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാകല്ലേ പൊന്നുമോനെ. സഹോദരങ്ങളെ, ആ മകനെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് പശുവിനെ പ്രദർശിപ്പിക്കുകയാ. ഒരാള് വരുന്നു. ആരാ വന്നതെന്നറിയോ? അല്ലാഹുവേ, അവന്റെ മാലാകമാരിൽ ഒരു മാലാകയെ, അവന്റെ മലക്കുകളിൽ ഒരു മലക്കിനെ, അവന്റെ അംലാക്കുകളിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു വേഷം മാറ്റി വിട്ടു. വേഷപ്രച്ഛന്നനായി ആ മലക്ക് തന്റെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്നു, മോനെ, ഈ പശുക്കുട്ടിയെ വിൽക്കുന്നുണ്ടോ? അതെ, വിൽക്കാം. എത്ര രൂപ വേണം? 3 ദീനാർ വേണം. പക്ഷേ എന്റെ ഉമ്മാന്റെ തൃപ്തിക്കാ, എന്റെ ഉമ്മാടെ തൃപ്തിയാണ് 3 ദീനാർ. ആ തൃപ്തിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, 3 ദീനാർ തന്നാ ഞാൻ തരാ. ആ സമയത്താണ് ഈ വന്ന മനുഷ്യന് വേഷം മാറി വന്ന മലക്കായി വന്ന മനുഷ്യനായി വന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുകയാണ്, വേഷം മാറി വന്ന മനുഷ്യൻ പറയുകയാ, നിനക്ക് ഞാൻ 6 ദീനാർ തരാ, നീ വിൽക്കുന്നുണ്ടോ? 6 ദീനാർ നിനക്ക് തരാ, നീ വിൽക്കുന്നുണ്ടോ? ആ സമയത്ത് ആ മകന്റെ മറുപടി എന്തെന്നറിയോ? ലൗ അഅ്തൈതനീ വസ്നഹാ ദഹബാ, ഇതിന്റെ അളവനുസരിച്ച് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ലമ്മാഖിദുഹു ഇല്ലാ ബിരിളാ ഉമ്മീ, എന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ ഞാനത് വാങ്ങില്ല, എനിക്കത് വേണ്ട. എന്റെ ഉമ്മ പറഞ്ഞതുപോലെ 3 ദീനാർ എനിക്ക് മതിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ മലക്ക് പറഞ്ഞു, 6 ദീനാറിനാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാം, പക്ഷേ നിന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ വാങ്ങണം പറ്റുമോ? ഇല്ല. ഞാൻ ഉമ്മയോട് ചോദിക്കട്ടെ. ഈ പശുക്കിടാവിനെയും പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകന് വീട്ടിൽ വരികയാ. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഒരാൾ 6 ദീനാർ തരാമെന്ന് പറയുന്നു, ലാഭമല്ലേ, കൊടുക്കട്ടെ. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, 6 ദീനാർ നീ കൊടുക്കണേ, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം, ഒരിക്കലും എന്റെ അതൃപ്തിയിലൂടെ നീ വിൽക്കാൻ പാടില്ല. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, വലിയ വലിയ ബിസിനസ് നടത്തുന്നവരെ, വലിയ വലിയ കച്ചവടം നടത്തുന്നവരെ, അതിന്റെ ലാഭത്തിന്റെ നട്ടത്തിന്റെ മുതലിന്റെ കണക്കുകൾ, ഭാര്യയോട് സംഭാവന നൽകുന്ന കണക്കുകൾ പറഞ്ഞ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുമ്പോ നിങ്ങളെ പെറ്റ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, 1 രൂപ പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ പ്രിയപ്പെട്ട ഉമ്മ ആളുകൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഗുളിക വാങ്ങുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ തൃപ്തിയില്ലാതെ എത്ര വലിയ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുത്തിയാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അതിൽ ബറക്കത്ത് ഉണ്ടാകൂല. ഉമ്മാന്റെ സന്തോഷത്തിന്റെ, ഉമ്മാന്റെ ആശംസയുടെ, ഉമ്മാന്റെ ആശീർവാദത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ തലോടലില്ലാതെ നമുക്കൊരു ജീവിതത്തിന്റെ വിജയം സ്വപ്നം കാണണ്ട. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പൊന്നുമോനെ, 6 ദീനാറിന് വിറ്റോ പ്രശ്നമല്ല, പക്ഷേ എന്റെ തൃപ്തി അനുസരിച്ചാകണം വിൽക്കേണ്ടത്. ആ മകന് പശുക്കിടാവിനെയും കൊണ്ട് ഓടുകയാ. അവിടെ വന്നപ്പോഴേക്കും ആളിനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോൾ വീണ്ടും ആ മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കുന്നുണ്ടോ? അതെ, കൊടുക്കാം. 6 ദീനാർ എന്റെ ഉമ്മ സമ്മതിച്ചിരിക്കുകയാ, എന്റെ ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുത്തോളാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, 12 ദീനാർ തന്നാ കൊടുക്കുവോ? 12 ദീനാർ ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിന്റെ ഉമ്മാന്റെ തൃപ്തിക്കാകാൻ പാടില്ല. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഈ തൂക്കത്തിന് സ്വർണം തന്നാൽ, ഈ പശുവിന്റെ അളവിന് തൂക്കത്തിന് നിങ്ങൾ എനിക്ക് സ്വർണം തന്നാൽ ലമ്മാഖിദുഹു ഇല്ലാ ബിരിളാ ഉമ്മീ, എന്റെ ഉമ്മാന്റെ തൃപ്തിക്കല്ലാതെ ഞാൻ സ്ഥാനം കൊടുക്കില്ല. ആ പൊന്നുമോന് പശുവിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരികയാ. എന്നിട്ട് ചോദിച്ചു, ഉമ്മ, 12 ദീനാർ തരാമെന്ന് പറയുന്നു, കൊടുക്കണോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, ആ വന്നത് കച്ചവടക്കാരനല്ല, ആ വന്ന കച്ചവടക്കാരനല്ല, മലക്കാണ്, മലക്ക. അതുകൊണ്ട് ചോദിക്കടാ പൊന്നുമോനെ, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന്, ഇത് കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്ക്. ഓടിച്ചെന്നു. മാർക്കറ്റിൽ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ വേഷപ്രച്ഛന്നനായ മലക്ക് അവിടെയുണ്ട്. ചോദിച്ചു, പൊന്നുമോൻ, ഇത് കൊടുക്കണോ വേണ്ടയോ എന്നും ചോദിക്കുകയാ. നിങ്ങൾ എനിക്ക് മനസ്സിലായി ആരാണെന്ന് എനിക്കറിയാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരുമോ?
എന്റെ ഉമ്മ ചോദിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കൊടുക്കരുത്, ഈ പശുവിനെ ഇപ്പൊ കൊടുക്കാൻ പാടില്ല. ഈ പശുവിനെ തേടിയിട്ട് മൂസാ നബിയുടെ കാലം വരുമ്പോൾ, മൂസാ നബിയുടെ കാലത്ത് ഈ പശുവിനെ തേടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ആള് വരും. അന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഈ പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ തോൽ നിറച്ച് നിങ്ങൾക്ക് ദീനാറ് കിട്ടിയാലല്ലാതെ കൊടുക്കരുത്. പശുവിന്റെ തോലഴിച്ചിട്ട് ആ പശുവിന്റെ അന്ന് പിന്നാരും ഭരിക്കാനൊന്നുമില്ല. പശുവിന്റെ തോലഴിച്ചാൽ, എന്റെ സഹോദരങ്ങളെ, പശുവിന്റെ തോലഴിച്ചിട്ട് തോലുരിച്ചിട്ട് ആ തോല നിറയെ നിങ്ങൾക്ക് ദീനാറ് തന്നാൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മകനോട് വീട്ടിൽ ചെന്നുമ്മയോട് കാര്യം പറഞ്ഞു. കാലങ്ങൾ ഇടഞ്ഞു നീങ്ങി, നിമിഷങ്ങളെ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളുമായി, വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ശ്രദ്ധയോടെ കേൾക്കണേ. ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം, ഏത് തഫ്സീറുകൾ നിങ്ങളെടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലികളിൽ വരികയാ. ശ്രദ്ധിച്ച് ഈ കഥ കേൾക്കണേ. ആ സമയത്ത് അവിടെ ഒരു കൊലപാതകം നടന്നു, ഒരു വലിയ കൊലപാതകം നടന്നു. ആ കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്തേ മൂസാ, നിനക്കൊന്ന് റബ്ബിനോട് പറഞ്ഞൂടെ, എന്താണ് ഞങ്ങൾ ഈ കൊലയാളിയെ കണ്ടെത്താനുള്ള മാർഗം? ഞങ്ങൾക്കാളിനെ കിട്ടണം. എന്താ വേണ്ടതെന്ന് പറയുമോ? മൂസാ ഒന്ന് പറയുമോ? ഞങ്ങളുടെ കൊലയാളിയെ കണ്ടെത്തണം. മൂസാ നബി റബ്ബുമായി സംഭാഷണം നടത്തി. അല്ലാഹു മഹാനായ കലീമുല്ലാഹി മൂസാ നബിക്ക് വഹി കൊടുത്തു. എന്താ വേണ്ടതെന്ന്, എന്താ പറഞ്ഞത്? വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹു ബഖറാ. അന്നത്തെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, നിങ്ങളൊരു പശുവിനെ അറുക്കുക, ഒരു പശുവിനെ അറുക്കുക. അന്ന് കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പശുവിനെ അറുത്തു. ഇന്ന് പശുവിനെ അറുക്കുന്നവനെ മറ്റുള്ളവർ കൊല ചെയ്യുന്നു, അല്ലേ? അങ്ങനെയല്ലേ? എല്ലാം തിരിഞ്ഞു വരെയല്ലേ കാലങ്ങള്. പണ്ടൊക്കെ 2 മണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പാപ്പ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഉള്ളം കയ്യിൽ ഉമ്മാമ കൊണ്ട് വെച്ചു കൊടുക്കും. എന്തായിരുന്നു? വല്ലിപ്പ ഭക്ഷണം കഴിച്ച് റാഹത്തായി ഉച്ച സമയത്ത് വീടിന്റെ കോലായില് ചാരകസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി വരുമ്പോ വല്യമ്മ കൊണ്ട് കൊടുക്കുന്ന എന്തായിരുന്നു? ഇവിടെ എന്താ കൊടുക്കുക? ഞങ്ങളുടെ നാട്ടിലൊക്കെ വെറ്റില ഇടിച്ചിട്ട് നല്ലതുപോലെ സൈസാക്കിയിട്ട് അത് കൊണ്ടുവന്ന് വല്യപ്പാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. അത് വായിലേക്ക് തട്ടിയിട്ടാ പോയി കിടക്കുക. ഇന്നോ 2 മണിക്ക് ആഹാരം കഴിച്ച് ചാരകസേരയിലേക്ക് വരുന്ന പിതാവിന്റെ കയ്യിൽ തള്ള കൊണ്ട് കൊടുക്കുന്നത് ഒരു 10-20 ഗുളികയാണ്. അത് വായിലേക്ക് തട്ടി വെള്ളവും കുടിച്ചിട്ട് പോയി അങ്ങോട്ട് ചുരുണ്ട് കിടക്കുകയാണ്, അല്ലേ? കാലം എല്ലാം പുരോഗമിച്ചില്ലേ? കാലങ്ങൾ മാറി മാറി വരികയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പശുവിനെ നിങ്ങൾ അറുക്കാൻ പറഞ്ഞു. ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് ചോദിച്ചു, ആ തത്തഹിദുനാ ഹുസുവ, ഞങ്ങളെ കളിയാക്കുകയാണോ? ഒരാൾ മരിച്ചതിന്റെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കൊല ചെയ്യപ്പെട്ടവന്റെ കൊലയുടെ ഉത്തരവാദിത്വം കൊലയാളി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ വേറൊരു കൊല നടത്താൻ പറയുകയോ? അത്ഭുതമല്ലേ? കളിയാക്കുകയാണോ? ആ സമയത്ത് പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങൾ എങ്ങനത്തെ പശുവിനെയാണ്? എങ്ങനെയുള്ള പശുവിനെയാണ് ഇറക്കേണ്ടത്? ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിലുൻ വലാ ബികുറുൻ അവാനും ബൈന ദാലിക. മൂസാ നബി പറഞ്ഞു, വലിയ പ്രായം ഉണ്ടാകാൻ പാടില്ല, എന്നാൽ തീരെ പ്രായം കുറവാകാൻ പാടില്ല. നല്ല ഒത്ത പ്രായമുള്ള ഒരു പശുവിനെ അറുക്കണം. അവരങ്ങ് അറുത്താൽ മതിയായിരുന്നു ഏതെങ്കിലും പിടിച്ചിട്ട്. പക്ഷെ ഇല്ല, അങ്ങനെ ഇറക്കാൻ പറ്റൂല. അള്ളാഹു എല്ലാം ഹിക്മത്ത്, അള്ളാഹുവിന്റെ തന്ത്രം, പടച്ചതമ്പുരാന്റെ യുക്തി ഓരോ ഭാഗങ്ങളിൽ അവൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഇവര് വന്നിട്ട് ചോദിച്ചു, എങ്ങനത്തെ പശുവാ? ഒന്നുകൂടെ പറയൂ. ഇവരെ അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹു ഡിമാൻഡ് വെച്ചിരുന്നു. രണ്ടാമത് അവര് ചോദിച്ചു, ഖാലൂ ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ. എങ്ങനെയുള്ള പശുവാണ്, ഏത് നിറമാണ്? ഖാല ഇന്നഹു യഖൂലു ഇന്നാ ബഖറത്തുൻ സഫറാ.
മഞ്ഞ നിറത്തിലുള്ള ഒരു പശുവാണ്. കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന മനോഹരമായ നയനാനന്ദകരമായ ഒരു പശുവിനെ ഇറക്കണം. അവര് ചോദിച്ചു, എന്താണെന്ന് ഒന്നുകൂടെ പറയോ? പിന്നെങ്ങനെയുള്ളതാ ഈ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. ചേകന്നൂര് മൗലവിയെ പഠിക്കുന്ന സമയത്ത് ചേകന്നൂര് മൗലവിയോടൊപ്പം പഠിച്ച പലരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, വലിയ പണ്ഡിതന്മാരായി അല്ലേ. ചേകന്നൂര് മൗലവി പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾ ആ പറഞ്ഞതിന് തെളിവ് വല്ലതുകൊണ്ടോ? തെളിവ് പറഞ്ഞു കൊടുക്കും. ചോദിക്കും, അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറയും. അപ്പറഞ്ഞതിന് തെളിവെന്താ? അതിനും തെളിവ് പറഞ്ഞു. അവസാനം ദറസ് എടുക്കാൻ സമ്മതിക്കാതെ തെളിവ് ചോദിച്ചിരുന്നു. ഉസ്താദ് അവസാനം പറഞ്ഞു, എടാ കഴുതേ, നിന്റെ കാര്യത്തിലും ഒരു തെളിവില്ലാതെ പോകും. ഇന്നും തെളിവില്ലാത്തൊരു കേസ് അതല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുരുത്തക്കേടാ. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്ത കാര്യം നടക്കുമായിരുന്നു. പക്ഷെ ഇവർ ഇങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ കിട്ടിയതെന്നറിയോ? അത് പറഞ്ഞുതരാം. ഇത്രയും നിബന്ധനകൾ വെച്ചിട്ടും ആ പശുക്കുട്ടി അവർ കണ്ടെത്തിയതിനൊരു കാരണമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അവിടെയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പിന്നെ എങ്ങനെയുള്ളതാണ്? അള്ളാഹു പറയുന്നു, ഇന്നല ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂ. അവിടത്തെ ജൂതന്മാര് പറഞ്ഞതെന്താണ്? സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലുകൾ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച കണ്ടെത്തും. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇന്നഹാ ബഖറത്തുല്ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്കിൽ ഹർസ മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞ അവസാനത്തെ ഡിമാൻഡ് ഇതാണ്. ഒരിക്കൽ പോലും കൃഷിയിടങ്ങളെ ഉഴുതുമറിക്കാനും വെള്ളം നനയ്ക്കാനും ഉപയോഗിച്ചതാകാൻ പാടില്ല. പാടത്ത് പണിക്ക് വേണ്ടി ഇറക്കിയതാകാൻ പാടില്ല. അതുപോലെ തന്നെ ലാ ശിയത ഫീഹാ മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത, ഒരു അടയാളം പോലും ഇല്ലാത്ത നല്ല മനോഹരമായ ഒന്നിനെയാണ് അറുക്കേണ്ടത്. സഹോദരങ്ങളെ, ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അങ്ങനെ ഒരു പശുവിനെ നോക്കി നടന്നു. എന്തൊക്കെയാണ്? കൂടുതൽ പ്രായമാകാൻ പാടില്ല, തീരെ പ്രായം കുറയാൻ പാടില്ല, മഞ്ഞ നിറമാകണം, കാണാൻ നല്ല മനോഹരമാകണം, കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചതാകാൻ പാടില്ല, ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ നിബന്ധനകൾ ഒത്ത് അവസാനം അവർക്കത് കിട്ടി. എന്താ കിട്ടാനുള്ള കാരണം? നമുക്കില്ലാതെ പോയ കാര്യം അതാണ്. അവര് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക ലമുഹ്തദൂൻ. അല്ലാഹു ഉദ്ദേശിക്കുമെങ്കിൽ ഞങ്ങളത് കണ്ടെത്തും. ആ ഒരു വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരൊറ്റ വാക്ക് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെന്താ പറയാ? നാളെ കല്യാണം, ഞാൻ അങ്ങത്തേക്ക് രാവിലെ 10 മണിക്ക് ഞാൻ എത്തും. പിന്നെയാണ് അറിയുന്നത് 12 മണിക്കും എത്തിയില്ല. എന്താ? ബൈക്കിൽ നിന്ന് വീണ് 2 കൈയും കാലും വെച്ച് കെട്ടി വീട്ടിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഇവൻ ഉറപ്പുകൊടുക്കാനാരാ? ഞാൻ അങ്ങത്തിയൊക്കെ നോക്കെ, നീ പൊക്കി ആളെയാ, നീ അങ്ങത്തിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നു. 6 ദിവസം കഴിഞ്ഞാലും വീട്ടിലെത്തൂല. കാരണം എന്താണ്? ഇവൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അല്ല ചിന്തിച്ചു, എന്നാ ഇവൻ ഒന്ന് എത്തണ കാണണം. അള്ളാഹു ചിന്തിച്ചു, യവനൊന്ന് എത്തുന്നത് കാണണം. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും നമ്മുടെ വായിൽ വരേണ്ടത് ഇൻഷാ അല്ലാഹ്, ഞാൻ അങ്ങെത്തിയേക്കാം, ഉറപ്പായിട്ട് അവിടെ എത്തും. അള്ളാഹ്ക്ക് ഇഷ്ടമാവും. നമുക്ക് അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണ്ടേ? ഇവിടെ നോക്ക്, അവര് കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഇങ്ങനെയുള്ള പശുക്കുട്ടിയെ തെരഞ്ഞു നടക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയുടെ കയ്യിലുള്ള പശുക്കുട്ടി ഈ വിശേഷണങ്ങൾ ഒത്ത പശുവാണ്. അങ്ങനെ ചെന്നു, പറഞ്ഞ തുക കൊടുത്തു. എന്താ പറഞ്ഞ തുക? പശുവിനെ നിങ്ങൾ അറുത്തോളിൻ, അറുത്തിട്ട് അതിന്റെ തുകൽ നിറച്ച് എനിക്ക് ദീനാറ് തരണം. അത്രയും ദീനാറ് കൊടുത്തു. ആ പശുക്കുട്ടിയുടെ വാലുകൊണ്ട് കൊല്ലപ്പെട്ട ആളിന്റെ ശരീരത്തിൽ അടിച്ചു. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ സഹോദരന്റെ മകൻ ഇന്നവനാണ് എന്നെ കൊന്നത്. ആ കൊലയാളിയെ, ആ കൊലപാതകം നടന്ന നാട്ടിൽ തിരിച്ചറിയാൻ ഈ പശുക്കുട്ടി കാരണമായി. ഈ പശുക്കുട്ടിയുടെ പേര് അൽ ബഖറ എന്ന് പറയും. അധ്യായത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ മകന്റെ കയ്യിലിരുന്ന ഈ പശുക്കുട്ടി കാരണമാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ പശു എന്നാണ് അർത്ഥം. കാരണം എന്താ? അതിനകത്ത് പരാമർശിക്കുന്നത് ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട മകന്റെ ചരിത്രം പറയുന്ന, ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച മകൻ. അവൻ ആരായി? 3 ദീനാറിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ പശുക്കുട്ടിയെ ആ തുകൽ നിറച്ച് കിട്ടിയ ദീനാറിനെ വിറ്റു സാമ്പത്തികമായ ലാഭം കൈയാളിയ ആ മകന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉമ്മായുടെ തൃപ്തിയാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല കച്ചവടം നടത്തുന്നവരായിരിക്കും. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മയോട് പറയണം, ഉമ്മ ഞാൻ ഇന്ന ബിസിനസ്സിന് പോകാം, നിങ്ങൾ ദുആ ചെയ്യും. നിങ്ങളുടെ തൃപ്തി ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പല സ്ഥലത്തും ആക്കിയിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ഉമ്മായോട് നമുക്ക് പൊരുത്തം ചോദിച്ചിട്ട് ഉമ്മാടെ തൃപ്തിയോടുകൂടി നമുക്ക് പോകാൻ കഴിയും?